ഈ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ്. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു 2 മാസം 1.5 മാസം കുറേ അധികം കുട്ടികളൊക്കെ ബാച്ച് ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ബാച്ച് ബ്രീഡ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് കൊട്ടാരക്കരയിലാണ്, കൊല്ലം ജില്ലയിൽ. നമ്മളിവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശ്രീമാറേട്ടൻ പറഞ്ഞ ഒരു 5-6 ആടുകളുണ്ട്, രാജീവ് വന്ന് വീഡിയോ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വളരെ ചെലവ് ചുരുങ്ങിയ കൂടുകളിൽ ലക്ഷങ്ങൾ വിലയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ആടുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ ഈ ആട് ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, നേരെ വീഡിയോയിലേക്ക്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം, കാരണം ഒരുപാട് കർഷകർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു കർഷകനാണ്. നീണ്ട 20 വർഷക്കാലം കൊണ്ട് ഈ ആട് വളർത്തൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഏകദേശം കുറച്ചധികം വർഷങ്ങളായിട്ട് ആട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആട് വളർത്തുന്നതിൽ ഇപ്പം നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഹൈദരാബാദി ബീറ്റൽ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള സാധനങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആടുകളെയാണ് ഈ കാണുന്നതൊക്കെ. ശ്രീമാരുടെ ഇത്രയും വിലയുള്ള ആടുകളുണ്ടായിട്ട് കൂടുകൾക്ക് എന്താണ് ഇതുവരെ പ്രാധാന്യം കൊടുക്കാതെ? കൂട് കൊടുത്താൽ കാശ് കിട്ടില്ല, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ സത്യസന്ധമായിട്ട് ഇതൊരു 20 വർഷം പഴക്കമുള്ളൊരു കൂടാണ്. ഈ മുട്ടമാരിട്ടേക്കുന്ന കൂട് എനിക്ക് 10,000 രൂപ ബഡ്ജറ്റേ ഉള്ളൂ. ഞാനും വൈഫോടെ മാത്രമായിട്ട് ഞങ്ങൾ തടി അറുത്ത് സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടാണ്. തടി അറപ്പിച്ച പൈസ മാത്രമേ ഉള്ളൂ പുറത്ത് പോയിട്ടുള്ളൂ. ബാക്കി ഞങ്ങൾ രണ്ടോട് ചേർത്ത് വന്ന് ചെയ്യുക. കൂടിനകത്ത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആടിനെ മേടിക്കുന്ന പൈസ കൂടിനകത്ത് പോകും. കൂട് അവസാനം നമ്മളൊന്ന് നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ എരിക്കാൻ മാത്രമേ കൊള്ളാവൂ. വിറവ് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിറവ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് നമുക്കല്ലാതെ ചെയ്താൽ പോരെ. അതുകൊണ്ട് മാക്സിമം ലോ ബഡ്ജറ്റിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. നമുക്ക് അതിനോട് ആടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വരുമാനം കിട്ടും. അതാണ് ഏറ്റവും ബെറ്റർ. ശ്രീമാറേട്ട ഏകദേശം എത്ര വർഷമായി കാണും ആട് വളർത്താൻ തുടങ്ങിയിട്ട്? ഏത് ബ്രീഡിലാണ് ആദ്യം ആരംഭിക്കുന്നത്? ഞാൻ ഏകദേശം എത്ര വർഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കുഞ്ഞുനാളിൽ നമ്മൾ ജനിച്ച് വീണപ്പോൾ മുതലേ പണ്ട് മുതലേ ആടും കന്നാലും എല്ലാം അതിനകത്ത് തന്നെയാണ് വളർന്നത്. പിന്നെ നമ്മൾ ഇച്ചിരി ഫോക്കസ് ചെയ്ത് വളർത്തി തുടങ്ങിയത് എന്ന് വെച്ചാൽ നമ്മൾ കാശ് മുടക്കി ഞാനൊരു മലബാറി ആടിനാണ് തുടങ്ങിയത്. എന്നാൽ ഏകദേശം ഒരു 10-20 വർഷത്തിൽ പുറത്തായിട്ടുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാണ്. അത് മലബാറിയിലാണ് തുടങ്ങിയത്. മലബാറിയിൽ തുടങ്ങി ഇങ്ങനെ പോരുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ സ്കീമുകൾക്ക് ആടിനെ സപ്ലൈ ചെയ്യുന്ന ഒരു 2002, 2004, 2008, 10 കാലഘട്ടങ്ങൾ, 11, 12 കാലഘട്ടങ്ങളിലൊക്കെ പഞ്ചായത്തിൽ ആടുകളെ സപ്ലൈ ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്ന മറ്റേ ആടിൻ്റെ പദ്ധതികളുണ്ട് പഞ്ചായത്തിൽ. അതിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ രീതി മുതൽ അന്ന് മുതൽ പിന്നെ നല്ല വിപുലമായിട്ട് ആരംഭിച്ച് ഇപ്പോൾ ഏതാണ്ട് കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം ആകുന്നുണ്ട്. അതിൽ മലബാറിയാണ് ആദ്യം തുടങ്ങിയത്. മലബാറിയിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആടുകളുടെ അനുസരിച്ച് അന്നേരൊക്കെ ട്രെൻഡ് വന്ന് തുടങ്ങിയ സമയത്ത് ബീറ്റിൽ ആടുകൾ അതിനെ വളർത്തിയിട്ടുണ്ട്. അതേപോലെ പിന്നെ ക്രോസ് ബീഡ് ആടുകൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ആടുകളൊക്കെ ഞാൻ ബീറ്റലിനെയൊക്കെ എടുത്തിട്ട് എനിക്ക് PPR എന്ന് പറയുന്നൊരു അസുഖം വന്നിട്ട് ഞാൻ അടപടലം എനിക്കുള്ള ഏതാണ്ട് 10 ആടുകളോളം നഷ്ടപ്പെട്ടു പോയി എൻ്റെ കയ്യിൽ. ബാക്കിയുള്ളതിനെയൊക്കെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചില്ല. പിന്നെ കൊടുത്ത് 60 പേർക്ക് കൊടുക്കാനേ സാധിച്ചിരുന്നുള്ളൂ. കാര്യം ബാക്കി ജീവനത്തോടെ രക്ഷപ്പെട്ടതിനൊന്നും പിന്നെ നിർത്തിയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ പരാജയത്തിൽ നിന്ന് തളരാതെ മുന്നോട്ട് വന്നല്ലേ? പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പരാജയം തന്നെ ആയിരുന്നു. പക്ഷേ ആ ഒരു പരാജയം നമുക്ക് അറിവില്ലായ്മ കൊണ്ട് വന്ന ഒരു പരാജയമാണ്. പിന്നീടാണ് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതുകൊണ്ട് യൂട്യൂബ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് കൂടി ഇപ്പോൾ ഒരു 11 വർഷമൊക്കെ ആയിട്ടുള്ളൂ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ സജീവമായിട്ട് ഈ ആട് വളർത്തലിൻ്റെയും യൂട്യൂബിനകത്തായാലും ഒക്കെ അങ്ങനെ വന്നിട്ട് അതൊക്കെ കണ്ട് പഠിച്ച് നമുക്ക് അപ്പോൾ ഇതിനെപ്പറ്റി ഏതാണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്തുകൊണ്ടാണ് എൻ്റെ ആടുകളൊക്കെ ചാവുന്നത്, PPR എന്നാൽ എന്താണ്, അതേപോലെ തന്നെ ഈ ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കിയത് ഈ യൂട്യൂബ് ചാനലുകളും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറേ അറിവുള്ള നല്ല സുഹൃത്തുക്കളുണ്ട്. ഇവരുടെയൊക്കെ ഒരു ടോക്ക് കേട്ട് പഠിച്ചാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പം നമുക്ക് ഏകദേശം ഒരാടിന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്നും വരാൻ ചാൻസ് എന്തൊക്കെ ഉണ്ടെന്നും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ആടുകൾക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നും വരുമെന്നും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മരുന്ന് ചെയ്യണം എന്നുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും, അതുകൊണ്ട് തന്നെ ഒരു പ്രസവാനന്തരം എന്തൊക്കെ ഒരാടിന് ചെയ്യണം, ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു ആടിനെ വളർത്തിയെടുക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നും, അതുപോലെ തന്നെയാണ് ഒരു പ്രസവാനന്തരം ഒരു ആട് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും, എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും. പണ്ടൊക്കെ TT എടുക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള സെറ്റപ്പുകളോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും അന്ന് പറയുമോ എൻ്റെ ആടിനൊക്കെ പണ്ട് TT ഒന്നും എടുക്കത്തില്ലായിരുന്നല്ലോ, ആടിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് മരണനിരക്കുകൾ ഉണ്ടായിരുന്നു.
പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ സജീവമായപ്പോൾ എല്ലാവരും ബോധവാന്മാരായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. കാര്യം ഇപ്പം നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നമ്മളെപ്പോലെ സാധാരണ എന്നെപ്പോലെ ഒരു സാധാരണ കർഷകനെന്നോ ഈ സോഷ്യൽ മീഡിയ എന്താണെന്നോ ആട് വളർത്തൽ എന്താണെന്നോ കാര്യം ഒരു ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടർ വന്ന് സാറേ എൻ്റെ ഒരു ആട് ഇങ്ങനെ പനിയായിട്ട് നിൽക്കുന്നു, അല്ലെ ഇങ്ങനെയായിട്ട് നിൽക്കുന്നു, അതായത് ഡോക്ടർ ഇങ്ങോട്ട് വന്ന് അത് ഇന്നതാണ് അസുഖം, 2 ഇഞ്ചക്ഷൻ എടുത്തു, സന്തോഷം, സമാധാനം, പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു കർഷകരെല്ലാം ഇതിന് പ്രാപ്തരായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വന്നതിനകത്ത് ഏറ്റവും വലിയൊരു ഇതാണെന്ന് പറഞ്ഞാൽ ഒരു ആടിനൊരു പനി വന്നതിൽ അവർക്ക് എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് കർഷകന് അറിയാം. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. അതിനകത്ത് ഇനി യാതൊരു വ്യത്യാസവും പറയാനില്ല ആർക്കും. ഓട്ടില്ല എന്നെ ഓട്ടില്ല എന്നെ ഈ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ്. ഇപ്പം ഇത് ഏതാണ്ട് ഒരു 2 മാസം 1.5 മാസം കുറേ അധികം കുട്ടികളുണ്ട്. കുറേ അധികം കുട്ടികളുണ്ട്. ബാച്ച് ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ബാച്ച് ബ്രീഡ് ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാടിന് പാല് കുറവുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അത് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ. എത്ര തള്ളമാരുടെ കുട്ടികൾ ഇത്? ഇതിപ്പോൾ ഇത് 6 തള്ളയാളുടെ ആടുകളുടെ കുട്ടികളാണ് ഇപ്പോൾ കിടക്കുന്നത്. 2 മാസമായ കുട്ടികളാണ്. 2 മാസം. ഇത് 2 മാസം. ഇതെന്ന് വെച്ചാൽ നല്ലൊരു മെയിൽ കുട്ടിയാണ്. ഇതിന്റെ തള്ളയ്ക്ക് 19-ന് 8 ഇയർ ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്തയ്ക്ക് ഉണ്ട്. 21-ന് 10 ഉണ്ട്. 29-ന് ഉള്ള ഒരു തന്തയാണ്. ഇവിടുത്തെ ആടുകളെല്ലാം ഹൈദരാബാദിയാണ് അല്ലേ? നമുക്ക് ഹൈദരാബാദി. പിന്നെ ഇപ്പോൾ 2 പാലിന് വേണ്ടിയിട്ട് 2 ബീറ്റലിനെ വളർത്തുന്നുണ്ട്. ഇവർക്ക് ഈ പാല് ഷോർട്ടേജ് വരുന്ന ആളുകൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റലിനെ കൂടി ഇടുന്നുണ്ട്. ബീറ്റലിനെ കൂടെ വളർത്തുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പാലിന് ഷോർട്ടേജ് വരും. ഹൈദരാബാദി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ചെവി മാത്രമേ ഉള്ളൂ. ബാർബറി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ബാർബറി ഇപ്പൊ 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങൾ കൈ നഷ്ടപ്പെട്ടു പോയി. അത് 2 കുഞ്ഞുങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഒരു മെയിലും ഒരു ഫീമെയിലും. ശ്രീമാരേട്ട, ഈ മലബാറിൽ നിന്ന് ഈ ഹൈദരാബാദിയിലോട്ട് മാറാനുള്ള ഒരു കാരണം എന്താണ്? അത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും നല്ല ഒരു ഇയർ ക്വാളിറ്റിയിലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആടുകളെ നമ്മൾ കണ്ടു തുടങ്ങിയത് തന്നെ സോഷ്യൽ മീഡിയ വഴിയാണ്. എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഈ കണ്ട ഈ ഒരു കുട്ടിയെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹമില്ലേ? അത് തന്നെയാണ് ഞാനും ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം. അപ്പോൾ അത്യാവശ്യം വില ലഭിക്കുന്നുണ്ടോ? ഇതിന് കുട്ടികൾക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വില. ഇയർ ക്വാളിറ്റി, പിന്നെ ഇയർ ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് ആരും ആടിനെ എടുക്കരുതെന്ന് ഞാൻ പറയും. നല്ല പാൽപാന ശേഷിയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തള്ളയാടാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ നന്നായി കയറി വരുള്ളൂ. ചെവി മാത്രം കണ്ട ആരും കുട്ടികളെ എടുക്കരുത്. പാലുൽപ്പിനെ കൂടെ കാണണം. അതെ, തീർച്ചയായിട്ടും പേരന്റ് സ്റ്റോക്കിനെ കണ്ട് അതിന് നല്ല അത്യാവശ്യം നല്ല പാൽപാന ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ വളർത്തിക്കൊണ്ട് നമുക്ക് ലാഭമുള്ളൂ. ചെവി മാത്രം വളർന്നു കഴിഞ്ഞാൽ ആരും കാശ് തരില്ല. ഇതിന്റെ ഇവരോടുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രീഡിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ 100% അതിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനെ കണ്ടാൽ തന്നെ അറിയാം നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. അതേപോലെ തന്നെ ഇതിന് വിപണന സാധ്യത കൂടുതലാണ്. മലബാറി ആടിനെ മേടിക്കുന്നതുകൊണ്ടല്ലോ. ഇതിനെ കണ്ട് ഞാൻ ആർക്കാലും ഒന്ന് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കും. ഒരാൾ വേണമെന്ന് ചോദിക്കും, കൊടുക്കാനുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ ശ്രീമാരേട്ട, ഇതിൻ്റെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഈ കുഞ്ഞൊക്കെ ഒരു 3 മാസം കഴിയുമ്പോൾ ഏകദേശം ഒരു 40 രൂപയ്ക്ക് അടുത്ത് ഇതൊരു പെൺകുട്ടിയാണ്. വില നമുക്ക് കിട്ടും. ഈ വിലയൊക്കെ കേൾക്കുമ്പോൾ പലരും പറയും ഇത്രയൊക്കെ വില ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ആടുകൾക്ക്. ഇങ്ങനെ ഈ വില ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ കാണുന്ന ക്വാളിറ്റിയിലുള്ള ഒരു കുഞ്ഞിനെ അവരുദ്ദേശിക്കുന്ന വിലയ്ക്ക് തരാൻ പറ്റുമോ എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഫീമെയിൽസിനൊക്കെ കിട്ടാൻ ഒന്നാമത്തെ കാര്യം കിട്ടാനില്ല. എല്ലാവരും പറയും എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ടെന്ന്. പക്ഷെ അങ്ങനല്ല. ഇതിൻ്റെ ഇയറിൻ്റെ മെഷർമെൻറ്റ് ക്വാളിറ്റി ഉള്ളതും പാൽപാന ശേഷിയുള്ള നല്ല ഫീമെയിലിന് ഇറങ്ങിയ നല്ല പേരന്റ് സ്റ്റോക്കിന് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം ഹൈദരാബാദി ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കേരളത്തിൽ ഒരുപാടെന്നല്ല, നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഓരോ വീടുകളിലും ഹൈദരാബാദി ഒരാണെങ്കിലും കാണും. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ 10 പേര് പോലും വളർത്തുന്നവർ കാണത്തില്ല. ഈ ലൈനേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രക്തബന്ധമുള്ള, നല്ല വളർച്ച, അത്യാവശ്യം നല്ല വളർച്ചയും ഗ്രോത്ത്. അതിൻ്റെ ആ മുട്ടനെ തന്നെ ഉണ്ടല്ലേ, എന്തോ ഹൈറ്റ് ഉണ്ട്. അതേപോലെ ഹൈറ്റും വെയിറ്റും ഉള്ള ഹൈദരാബാദികൾ വളർത്തുന്നവർ വളരെ കുറവാണ്. അതിലെനിക്ക് തോന്നുന്നു കേരളത്തിൽ 10 പേര് താഴെ കാണത്തുള്ളൂ. അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തുന്ന 10-ൽ താഴെ ആൾക്കാരെ കേരളത്തിൽ കാണും. പക്ഷേ എല്ലാവരും ഹൈദരാബാദി നല്ല വലിയ ആടുകളെയൊക്കെ മേടിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് വരും അല്ലേ? ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അതായത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വിലയുള്ള ആടെന്ന് പറഞ്ഞാൽ ഹൈദരാബാദി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊരാടും ഉള്ളൂ എന്നതാണ് എൻ്റെ വസ്തുത. ബീറ്റൽ ആടുകളിനേക്കാളും കൂടുതൽ വിലയാണ് ഈ സാധനത്തിന് ഹൈദരാബാദിക്ക്. ആട് വളർത്തലിൽ നമുക്ക് വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ലാഭമില്ല. നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 100% ഇത് വിജയം കൊള്ളാം.
ഇത് തീർച്ചയായിട്ടും നല്ല സൂപ്പർ വിജയമാണ്. ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. ഞാൻ തന്നെ നമ്മുടെ ജോലിക്ക് എൻ്റെ മറ്റുള്ള ജോലികളുടെ ഇടയിലുള്ള ഒരു ടൈം പാസ്സായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു നല്ല വരുമാനം നേടിത്തരുന്നുണ്ട്. അത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ശ്രീമാറേട്ടൻ പോകുമ്പോൾ ചേച്ചിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. 100%. ഇതാണ് ആടിൻ്റെ യഥാർത്ഥ ഓണം. ഇദ്ദേഹമാണ് സകലമായ പഞ്ചായത്തിലെ കാര്യങ്ങളിലും എല്ലാത്തിലും ഇദ്ദേഹമാണ് ഉള്ളത്. നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതും മേഡത്തിനാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് കണ്ടെടുത്തോളം ശ്രീമാറേട്ടാ തോന്നുന്നത് ഒരുപാട് ആടുകളെ വളർത്തുന്നതിലല്ല കാര്യം, നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ആടുകളെ വളർത്തുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് നല്ല വരുമാന സ്രോതസ്സിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലല്ല. പണ്ടൊക്കെ ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ കാര്യങ്ങൾ ആടുകളെയും പശുക്കളെയൊക്കെ വളർത്താൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ച് സ്ഥലപരിമിതികളുള്ളൂ. അപ്പോൾ ആ സ്ഥലപരിമിതിക്കകത്ത് ഉള്ളിൽ ഇത് കണ്ടോ, എനിക്ക് അതിനകത്ത് 10 സെൻറ്റ് ഞാൻ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു 25 ആട് 30 ആട് ചെറിയ കൂടുകളിൽ നല്ല ലക്ഷങ്ങൾ വിലയുള്ള ആടുകൾ. ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ആടിനെ ഒരുപാട് ഏത് ബ്രീഡ് വളർത്തുന്നു എന്നതോ ഏതായാലും ശരി തന്നെ ക്വാളിറ്റി നോക്കി വളർത്തുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ലാഭം നേടാൻ പറ്റും. അങ്ങനെ മലബാറിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറി അല്ലേ? അതെ, മലബാറിൽ നിന്ന് ഹൈദരാബാദിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർന്ന കുതിച്ച് ചാട്ടമായി പോയി. പക്ഷേ ഇപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അത്യാവശ്യം വില ലഭിക്കുന്നുണ്ട്. പിന്നെ വില ലഭിക്കുന്നുണ്ട്. നമ്മൾ മുടക്ക് മുതൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള 100% നമുക്ക് പറയാൻ സാധിക്കുന്നു. 2 കുട്ടികളെ കൊടുത്താൽ തന്നെ അല്ലേ അത്യാവശ്യം നല്ല വില. അത്യാവശ്യം വാങ്ങാൻ ആളുണ്ട്. അതെ, നമുക്കിപ്പോ ഇത് ഒരാളുടെ പുറകെ ചന്തപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടതിനെ. അതാണ് അന്വേഷിച്ച് വീട്ടിൽ വരും. നമ്മളെ തിരക്കിയ ആള് വരും. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇനി ഒരു എന്താടാ ഇല്ലേ? നല്ല ചെവിയാണ് അല്ലേ? ഇതാണ്. ഇത് കണ്ടോ, ഇത് ഫീമെയിലാണ്. 19-ന് 9 വീതിയുണ്ട്. 19 ഇഞ്ച് ഇയറും ഉണ്ട്. കണ്ടോ, ഭയങ്കര നീളമാണ്. അതെ അതെ, കണ്ടോ 19 ഇഞ്ച്. നല്ല ഫേസ് പഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പാൽപ്പാന ശേഷിയാണ്. ഈ മെയിലും എനിക്ക് തോന്നുന്നു നല്ല മെയിലും അത്യാവശ്യം നല്ല 20-ന് 21-ന് 10-ലെ 9.5 അവന് ഇയറുണ്ട്. അവന് ഹൈറ്റ് ഏകദേശം എനിക്ക് വന്ന് ഞാൻ ഇത്രയും നാൾ വളർത്തിയത് ഏറ്റവും ടോപ്പ് ഹൈദരാബാദി ഹൈറ്റ് കൂടിയത് 44 ഇഞ്ച് മേളിൽ ഹൈറ്റുള്ള ഒരു ഇതാണ് ഹൈദരാബാദി. ഇത് ശരിക്കും ഇത്രയും നാൾ ഞാൻ വളർത്തിയത്. എനിക്ക് 10-20 വർഷമായിട്ട് ഇതുവരെ വളർത്തിയതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് ഹൈദരാബാദിക്കകത്ത് ഹൈറ്റ് കയറിയ ആട് ഈ കുട്ടിയാണ്. ഇതിനെ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിയാണ്. ഇതിനെ ഞാൻ 16 ദിവസം ഉള്ളപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി മറ്റുള്ള ആടിൻ്റെ പാല് കൊടുത്ത് വളർത്തിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. തള്ളയ്ക്കും തന്തയ്ക്കും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് നല്ല റേറ്റ് കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇനി എത്ര ആടായാലും നമുക്ക് നല്ല പാൽപ്പാന ശേഷിയുള്ള ആടാണോ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇയറിലും കൂടെ ആകുമ്പോഴത്തേക്ക് അത് വേറൊരു ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കും. അതാണ് എൻ്റെ സത്യം. പാൽപ്പാന ശേഷിയാണ് ഏത് ബ്രീഡായാലും എടുക്കേണ്ട. ഇവർക്ക് എന്തോക്കെ പാല് കിട്ടുന്നുണ്ട്? എത്ര ലിറ്റർ? എനിക്ക് ഹൈദരാബാദ് ഇവിടെ 2.5 ലിറ്റർ പാൽ വരെ കിട്ടുന്ന ആട് ഇപ്പം നിലവിലുണ്ട്. 2.5 രാവിലെയും വൈകിട്ടൂടെ കറന്നെടുക്കുവാണെങ്കിൽ. ഞാൻ എപ്പോഴും കറക്കത്തില്ല. ഞാൻ കുട്ടികളെ മാക്സിമം കുടിപ്പിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ആക്കി എടുക്കുകയുള്ളൂ. ഞാൻ വീട്ടിലേക്ക് ഒരു ആടിനെ മാത്രം, ബീറ്റലിനെ മാത്രമേ ഞാൻ കറന്നെടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ആടിനെ കൊടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള പാലൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കും. കുട്ടികളെ ശ്രീമാറായിട്ട് എത്ര മാസം ആകുമ്പോഴാണ് വയ്ക്കുന്നത്? ഞാനിതൊരു 28 ദിവസം മുതൽ കൈത്തീറ്റി ചെറുതായിട്ട് കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങും. അതിനായിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ കൊടുക്കും. അതുവരെ ഇവിടെ കിടക്കത്തില്ല കുഞ്ഞുങ്ങൾ. അതിന് മുമ്പ് ഇത് ബുക്കിംഗ് ആണ്. ഇപ്പോൾ 4 നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വിളി വരാൻ സാധ്യത ഉണ്ട്. അല്ല, കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ പ്രായമായത് കിടപ്പുണ്ടല്ലോ. ഇപ്പം ഈ ഒരു ബാച്ച് ഇറങ്ങിയതിനകത്ത് ഇനി ഒരു 6 എണ്ണം കൂടെ ബുക്കിംഗ് ആവാറുണ്ട്. ബാക്കിയെല്ലാം ബുക്കിംഗ് ആയി കിടക്കുകയാണ്. ഒരു 6 എണ്ണം. അതിനകത്ത് 2 മെയിലും 2 ഫീമെയിലും. അത് മാത്രമേ ഇനി കിടപ്പുള്ളൂ. ബാക്കി 4 മെയിലും 2 ഫീമെയിലും മാത്രമേ ഇനി ബുക്കിംഗ് ആവാറുള്ളൂ. ബാക്കിയെല്ലാം ആയി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ അഴിച്ചുവിടാനുള്ള സ്ഥലമുണ്ടോ? നമുക്കുള്ള പറമ്പ് ആവശ്യം പോലെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പുറത്തോട്ട് നമ്മുടെ അല്ല മറ്റുള്ളവരുടെ റബ്ബർ മുറിച്ച് മാറിപ്പോയതാണ്. അവരെവിടെയെങ്കിലും ഇല്ല ഉള്ളവരല്ല. അപ്പോൾ അതിനകത്ത് കാട് കയറാതെ എനിക്ക് അഴിച്ചു വിട്ട് ഇഷ്ടം പോലെ വളർത്താം. അതാണ് നമ്മളിതിനകത്ത് ലാഭകരമാക്കാനുള്ള എനിക്കിത് ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ വലിയൊരു കഴിവ് ഇതൊക്കെ തന്നെയാണ്. ഈ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അഴിച്ചുവിടാനുള്ള സൗകര്യമുണ്ട്. കൂടിന് വലിയ പൈസ മുടക്കിയിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ചെറിയ കൂടാണ്. പിന്നെ അതേപോലെ തന്നെ ഫാമിലി എന്നുള്ള സപ്പോർട്ടുണ്ട്. ഇത് 3 കാര്യങ്ങളാണ് ഈ ഒരു ആട് വളർത്തി വിജയത്തിലേക്ക് വരിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അനുകൂല സാഹചര്യമുണ്ട് അല്ലേ? എനിക്ക് ആ ഒരു സാഹചര്യം ഇവിടെ എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അതുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ പിടിച്ചു നിന്ന് പോകുന്നത് ഇവിടെ. ശ്രീമാറായിട്ട് ആട് വളർത്താൻ ഒരാൾ ആഗ്രഹിക്കുകയാണ്. തുടക്കക്കാർക്കായിട്ടൊക്കെ ഈ ബ്രീഡൊക്കെ സെലക്ട് ചെയ്ത് വളർത്താൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഹൈദരാബാദിയൊക്കെ
ഒരിക്കലും തുടക്കക്കാർക്ക് ഒക്കാത്ത ഒരു ബ്രീഡൊന്നുമല്ല. പക്ഷേ ക്വാളിറ്റി ഉള്ള ഫീമെയിൽ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തണം. ക്വാളിറ്റിയാണ് പറയുന്നത്. ഇനി എത്ര ഒരാടിനെ വളർത്തുന്ന ഒരാളുടെ കയ്യിൽ നിൽക്കുവാണെങ്കിലും ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒരു ഫോട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആടിൻ്റെ ഫോട്ടോ ഇടുവാണെങ്കിൽ ആൾക്കാർ എന്നെ തിരക്കി. ഈ ക്വാളിറ്റി ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമ്മുടെ മുമ്പിലുള്ള മറ്റുള്ള പല പല വീഡിയോകളുണ്ട്, അതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത് നമ്മുടെ ഈ ഒരു ആടിനെ തന്നെ നോക്കിയാൽ ഇതിൻ്റെ ഇയറിൻ്റെ നീളം, അതേപോലെ ഉടലിൻ്റെ നീട്ടം, ഫേസ്, കളർ പാറ്റേൺ, ഇതിന് ഹൈദരാബാദിക്ക് പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ്, ഇയർ ക്വാളിറ്റി, ഹൈറ്റ്, ഇടയുടെ നീട്ടം, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പരിചയസമ്പന്നരായിട്ടുള്ള ഒരു കർഷകനെ കൂടെ കൊണ്ടുപോയിട്ടൊക്കെ മേടിക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും പരിചയസമ്പന്നം ഉള്ളവരെ തന്നെയാണ്. ഈ യൂട്യൂബ് വീഡിയോകളും വാട്സാപ്പിലും എല്ലാം കണ്ടിട്ട് ഒരാടിനെ കണ്ടാൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആൾക്കാരാണ് മുഴുവനും ഉള്ളത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇതിന് നല്ല വില കൊടുത്ത് വാങ്ങാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട്. അതാണ് ഇതിൻ്റെ പറയാം. ക്വാളിറ്റി ഉള്ള ആടിനെ മേടിക്കാൻ എല്ലാവർക്കും മടിയാണ്. അതാണ് അതിൻ്റെ സത്യം. കാര്യം എല്ലാവർക്കും വേണ്ടത് ഹൈദരാബാദിയാണ് എൻ്റെ ഈ വീട്ടിൽ നിൽക്കുന്നതെന്നാണ്. പക്ഷേ ക്വാളിറ്റി ഉള്ള ഹൈദരാബാദിയെ മേടിച്ച് നിർത്താൻ എല്ലാവർക്കും മടിയാണ്. അതിന് എല്ലാവർക്കും ഈ താഴെയുള്ള വിലയെ പറയുള്ളൂ. അതാണ് ഈ പ്രശ്നം. എല്ലാവർക്കും എല്ലാം അറിയാം. ഇപ്പം അറിയത്തില്ലെന്നല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യം. ആട് വളർത്ത മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഏത് ബ്രീഡായി കഴിഞ്ഞാലും നല്ല പാൽപാദന ശേഷിയുള്ള ആടുകളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുക. 2, കൂട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ചെറിയ രീതിയിൽ നമുക്ക് കിട്ടുന്ന അത്യാവശ്യം നമുക്ക് ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് വലിയൊരു പട്ടിയുടെയോ പൂച്ചയുടെയോ മറ്റുള്ള മൃഗങ്ങളുടെ ഒന്നും ശല്യമില്ലാതെ ഒരു അടച്ചുറപ്പുള്ള കൂട് ചെറിയ രീതിയിൽ ചെയ്യുക നമ്മൾ തുടങ്ങും. പിന്നെ മാക്സിമം തീറ്റ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാതെ നമ്മുടെ പറമ്പിലും അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഇട്ട് വളർത്തി എടുക്കുക. അതാണ് ഏറ്റവും ലാഭം. പിന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലായിരിക്കില്ല ഈ സംഭവം പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ തന്നെ ഇപ്പോൾ വളർത്തുന്നത്, ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കർഷകനാണ്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 800 രൂപ ഡെയിലി കൈത്തീറ്റി കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ 800 രൂപയായിട്ട് ഒരു മാസം കണക്ക് കൂട്ടി നോക്കി എത്ര രൂപയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലാഭം മാത്രമാണ്, ഇപ്പം ലാഭമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്കിത് വളർത്താൻ പറ്റും. ഹൈദരാബാദി ആയപ്പോഴത്തേക്ക്. നേരത്തെ ആ മലബാറി ആയിരുന്നപ്പോൾ ഈ 800-900 രൂപ കൊടുത്ത് തീറ്റി മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുതലാവുമോ? ഒരിക്കലും മുതലായി വരില്ല. ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അത് പടിപടിയായിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ തട്ടിന്ന് തന്നെ വരണം. അത്ര മാത്രമേ പറയാനുള്ളൂ.